ആകാശവാണി. ഉത്തമ കുടുംബം തുടർ നാടകം. രചന ഉണ്ണികൃഷ്ണൻ മാടപ്പള്ളി. ശബ്ദം നൽകുന്നവർ ഡോക്ടർ തോമസ് മാത്യു, അമൽ രാജ് ദേവ്, സെലിൻ കെ വി, ജയപ്രിയ ചിറക്കടവ്, സുരേഷ് നായർ, ഉഷ കരുനാഗപ്പള്ളി, പാർവതി എസ്, എ കെ അതുൽ. സംവിധാനം റൂബി ബാബു. ഉത്തമ കുടുംബം 4-ാം ഭാഗം. ഓ, അപ്പൊ ആരവെന്ന് പറഞ്ഞ ആ പയ്യന്റെ ലീഡർഷിപ്പിലാണല്ലേ ചിന്നുവും അവളുടെ 2-3 കൂട്ടുകാരികളും അടങ്ങുന്ന സംഘം പൊന്മുടിയിൽ റീൽ ഷൂട്ടിനും മറ്റും ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വെറുതെ അല്ല, അവിടെ പോയിട്ട് അടിച്ചു പൊളിക്കാനും മറ്റും ആയിരിക്കും അവൾ എന്നോട് രൂപ ചോദിച്ചത്. അതെ, എന്നോട് ചോദിച്ചാൽ കിട്ടില്ലെന്നറിയാം. അതല്ലേ പെണ്ണ് നിന്നെ ആശ്രയിച്ചത്. ആ റൂഫ് ഗാർഡൻ റെസ്റ്റോറൻറ്റിലെ സപ്ലയറായ മല്ലുവും ഈ പറഞ്ഞ ആരവും ദോസ്തുക്കളാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിന്നുവും ബോയ് ഫ്രണ്ടും അവിടെ തന്നെ അവരുടെ സ്ഥിരം സല്ലാപവേദിയാക്കി മാറ്റിയത്. അവരുടെ അവിടുത്തെ വരവും പോക്കും എല്ലാം സപ്ലയർ മല്ലുവിൽ നിന്നും ഞാൻ അപ്പപ്പം അറിയുന്നുണ്ടേ. മോളെ സൗമ്യയെ, നീ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നിന്റെ മോള് ഒരു ഹിൽ സ്റ്റേഷനിലേക്കും പോവാതിരുന്നാ പോരെ. പിന്നെ അതിന് മാമന്റെ വരുതിയിൽ അവള് നിന്നിട്ട് വേണമല്ലോ. ഹലോ. എന്തൊക്കെയായി? ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് മല്ലു. ഈ ശനിയാഴ്ച രാവിലെ കൃത്യം 10 മണിക്ക് ആരവിൻ്റെ അക്കാഡമിയുടെ മുമ്പിൽ നിന്നാണ് സംഘം ട്രിപ്പ് ആരംഭിക്കുന്നത്. ടു പൊന്മുടി. എങ്കിൽ ഇക്കാര്യം ഉടനെ തന്നെ സുരേഷിനെ വിളിച്ചറിയിക്കണം മാമ. അത് തന്നെയാണ് ഞാനും ചെയ്യാൻ പോകുന്നത്. സുരേഷേ മോനെ, ആ റൂഫ് ഗാർഡനിലെ പയ്യൻ ഇപ്പോഴെന്നെ വിളിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. അതെ, എല്ലാം ഞാൻ വാട്സപ്പിൽ മെസ്സേജായിട്ടിടാം. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. ഐ ആം ആരവ്. ഞാനിപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മാറ്ററിനെ പറ്റി പറയുവാനാണ് ഈ ലൈവിൽ വന്നിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ കുറേ ബോയ്സ് ആൻഡ് ഗേൾസ് ഒരു എക്സൈറ്റിംഗ് പ്രഷർ ട്രിപ്പ് ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗായ്സ്. ഇതാ ട്രിപ്പ് അടിച്ച് പൊളിക്കാൻ റെഡി ആയിട്ട് എൻ്റെ ചങ്ക് ടീംസ് ആണെന്ന് തോന്നുന്നു ഗായ്സ്. ഒരു കാറിൽ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, പിക്നിക് സ്പോട്ടിലെത്തി ഞാൻ വീണ്ടും ലൈവിൽ വന്നോളാം. സ്റ്റേ ട്യൂൺ. ദിസ് ഈസ് ആരവ് സൈനിങ് ഓഫ്. ലക്ഷണം കണ്ടിട്ടേ ആളിത് തന്നെയാണെന്നാ തോന്നുന്നത്. ഇവനെ കണ്ടിട്ട് തന്നെ ഒരു ഫ്രോഡ് ലുക്ക് ഉണ്ടല്ലോ പ്രഭേ. നമുക്ക് ഏതായാലും അവന്റെ അടുത്തേക്ക് തന്നെ ചെല്ലാൻ ചേച്ചി. ഹലോ, ആരവല്ലേ? അതെ, മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. അതിനു വേണ്ടിയിട്ടാണല്ലോ രാവിലെ തന്നെ ഞങ്ങൾ ഇങ്ങ് എത്തിയത്. ഷോ, ഇത് വല്ലാത്തൊരു ന്യൂസൻസ് ആയല്ലോ. നിങ്ങൾ ആരാണ്? എന്ത് വേണം? അല്ല, ഈ പൊന്മുടിയിലേക്കുള്ള നിങ്ങളുടെ ട്രിപ്പിൽ ഉൾപ്പെട്ട ഒരു ചിന്നു ഇല്ലേ? യെസ്, സോ വാട്ട്? ഞാൻ അവളുടെ അമ്മയാണ്, സൗമ്യ. പേരിൽ മാത്രമേ ഈ സൗമ്യതയുള്ളൂ. സ്വഭാവം ഈറ്റപ്പുലിയുടേതാണ് കേട്ടോ. ഞാൻ ചിന്നുവിന്റെ കുഞ്ഞമ്മയാണ്, പ്രിയ. അപ്പോഴേ ആരോമോനെ, ഞങ്ങൾ നിന്നോടൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. എന്തോന്ന് ഹാപ്പി ന്യൂസ്? അതായത് എൻ്റെ മോളും കൂടി ഉൾപ്പെടുന്ന നിങ്ങളുടെ അടിച്ചുപൊളി സംഘം റീൽസ് എടുത്തും മറ്റും അർമാദിക്കാൻ പോണ പൊന്മുടിയിലേക്ക് ഞങ്ങളും വരുന്നുണ്ടെന്ന്. എന്ന് വച്ചാൽ ചിന്നുവിൻ്റെ അമ്മയായ ഈ സൗമ്യയും സീരിയൽ ആർട്ടിസ്റ്റായ ഞാനും ഈ പ്രിയയുടെ കെട്ടിയവനായ ഈ ഉള്ളവനും. ഞങ്ങളെ അനുഗമിക്കുന്ന ബാക്കിയുള്ള കുടുംബാംഗങ്ങളും എത്തിപ്പോയല്ലോ. അതെ അതെ അതെ. അങ്ങോട്ട് നോക്കി ആരവേ. ദേ, ആ ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നതാണ് പോലീസുകാരനായ ചിന്നുവിൻ്റെ അച്ഛൻ സുരേഷ്. ആ കാർ ഒതുക്കിയിട്ടിട്ട് വരുന്നത് എൻ്റെ സൗമ്യച്ചിയുടെ അച്ഛനായ ജഗന്നാഥൻ. പിന്നെ ജഗൻജിക്കൊപ്പമുള്ള നിന്റെ ഗേൾഫ്രണ്ടിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. സുരേഷേ, യവനാണ് നമ്മുടെ ഹീറോ ആരവ്. ഇല്ലാത്ത ലീവ് ഒപ്പിച്ചുകൊണ്ടാണ് സുരേഷ് ഏട്ടൻ പിക്നിക്ക് പോകാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ആരവ് മോൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ?
ആ എന്നാ പിന്നെ കോറം തികഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നേരെ പൊന്മുടിക്ക് വിട്ടേക്കാം. ഹലോ, ആ എന്താ എളിയാ? അത് കലക്കി. ഓക്കെ ഞാൻ വിളിക്കാം. എൻ്റെ ഫ്രണ്ട് ജോജോ ആയിരുന്നു. അവൻ്റെ കാറ് പഞ്ചറായതുകൊണ്ട് ഇന്നത്തെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തേക്കാൻ. അയ്യയ്യോ, അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ സകല പ്ലാനുകളും പാളിപ്പോയല്ലോ കൊച്ചനെ. ടേക്ക് ഇറ്റ് ഈസി ഗ്രാൻഡ് പാ. അതുകൊണ്ട് നിങ്ങൾ ഫാമിലി എല്ലാം കൂടെ പോയി അടിച്ച് പൊളിച്ചിട്ട് വാ. സീ യു ചിന്നു. നീ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ജോജോയുടെ വണ്ടിക്ക് പകരം വേറൊരു കാറ് കിട്ടിയ പ്രശ്നത്തിന് പരിഹാരമായില്ലേ? അതിന് ചേച്ചിക്ക് എവിടുന്ന് വണ്ടി കിട്ടും? ഞങ്ങളുടെ ബ്യൂട്ടി പാർലറിന്റെ ഓണർ സൂണ സാറിന്റെ കാർ എടുക്കും. പെട്രോളും അടുപ്പിച്ചിട്ട് ഡ്രൈവറുടെ ശമ്പളം നമ്മൾ കൊടുത്താൽ പോരേന്നേ. അയ്യോ, അത് കണ്ടില്ലേ, ആരവ് മോൻ അവൻ്റെ ആഡംബര ബൈക്ക് കൊടുത്തോണ്ട് മുങ്ങിക്കളഞ്ഞത്. അത് കിടുക്കി. എന്നാ പിന്നെ FBയിൽ ഒരു ലൈവ് ഇട്ടേക്കാം. ഹായ് ഗൈസ്, ഞങ്ങൾ കുറച്ച് ചങ്ക്സ് എല്ലാം കൂടി ചാർട്ട് ചെയ്തിരുന്ന ജോളി ട്രിപ്പ് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. പക്ഷേ തീർച്ചയായിട്ടും വലിയ താമസമില്ലാതെ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഹിൽ സ്റ്റേഷനിലേക്ക് യാത്ര തിരിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ, സീ യു. എങ്ങനെയുണ്ട് ഗ്രാൻഡ്പാ? ഞാൻ സൂപ്പർ അല്ലേ? നല്ല ചോദ്യം. നീ അല്ലേടി ചിന്നിക്കുട്ടി ന്യൂജൻ ഹീറോയിൻ, മൈ ന്യൂജൻ ജെൻസി ഗേൾ. പറഞ്ഞതുപോലെ ഈ വരുന്ന സൺഡേ അല്ലേ അപ്പൂപ്പന്റെ 70th ബർത്ത്ഡേ? അതെയല്ലോ മക്കളെ, സപ്തതി. അപ്പോ 70ാം പിറന്നാൾ ആയതുകൊണ്ട് ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും എല്ലാം വിളിച്ച് നമുക്ക് ഈ ഫംഗ്ഷൻ ഒന്ന് ഗ്രാൻഡ് ആക്കണ്ടേ ഗ്രാൻഡ്പാ? വേണം. അതിനെന്താ ചിന്നുമോളെ, ജന്മദിനാഘോഷ പരിപാടികളൊക്കെ നമുക്ക് അടിപൊളിയാക്കാം. പക്ഷേ അപ്പൂപ്പന്റെ പുതിയ ഭാര്യയായ ആ ജർമ്മൻ ലേഡിയും കൂടി അന്നിവിടെ ഉണ്ടാകണം. എങ്കിലല്ലേ ബർത്ത്ഡേ സെലിബ്രേഷൻസിന് ഒരു ഗുമ്മൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഡോണ്ട് വറി ഡിയർ, 5-6 മാസം കൂടി കഴിയുമ്പോൾ ചിന്നുമോളുടെ മെറ്റിൽഡ അമ്മൂമ്മ പറന്നിങ്ങെത്തുമല്ലോ. എങ്കിൽ അപ്പോ നമുക്കൊരു സപ്തതി റീലോഡും കൂടി ആഘോഷിച്ചേക്കാം, അല്ലേ ഗ്രാൻഡ്പാ? ആരോ ഗേറ്റ് കടന്നിങ്ങോട്ട് വരുന്നുണ്ട് അപ്പൂപ്പ. ഓ, പ്രഭച്ചിറ്റപ്പന്റെ മദർ. ജയൻ ചേട്ടോ. അയ്യോ, അല്ലല്ല, ഇത് ആരാ ഇത്? നാട്യ ശിരോമണിയായ പുലി കിടന്ന വിളയിൽ പുഷ്പമ്മയോ? ജഗൻ ചേട്ടൻ മുംബൈയിൽ നിന്ന് എത്തിയ വിവരം അറിഞ്ഞിരുന്നെങ്കിലും ഇന്നാണ് കേട്ടോ ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റിയത്. അതുകൊണ്ട് പുഷ്പാമൂമ്മ ഇനി ഞായറാഴ്ച ഇവിടെ നടക്കുന്ന അപ്പൂപ്പന്റെ സപ്തതി ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് തിരികെ പോയാ മതി. അത്രയേ ഉള്ളു ചിന്നുകുട്ടി. അതിനു വേണ്ടി തന്നെയാണല്ലോ ഞാൻ നേരത്തെ തന്നെ ഇങ്ങ് പോന്നത്. ആ, പറഞ്ഞ പോലെ എവിടെ എൻ്റെ പ്രിയപുത്രനായ പ്രഭാമഹേന്ദ്രൻ? ചിറ്റപ്പൻ രാവിലെ തന്നെ പുറത്തേക്ക് എവിടെ പോയല്ലോ. അവൻ ഏതോ വക്കീലിനെ കാണാനുണ്ടെന്നും പറഞ്ഞാണല്ലോ ഇവിടുന്ന് ഇറങ്ങിയത്. ഓ, അവൻ്റെ ആ വണ്ടിക്കേസ് നടക്കുവാണല്ലോ അല്ലേ? എങ്കിൽ അമ്മൂമ്മ കിച്ചണിലേക്ക് ചെല്ല്. അവിടെ അമ്മയും പ്രിയകുഞ്ഞമ്മയും ഒക്കെയുണ്ട്. ആഹാ. കഷ്ടം. ആ പോയ നർത്തകിയുടെ കിടപ്പാടം പോലും ഇപ്പോൾ റോയി സെബാസ്റ്റ്യൻ എന്ന ഹൗസ് ബോട്ട് ഉടമയായ ബിസിനസ്സുകാരൻ്റെ ജപ്തി ഭീഷണിയിലാണ് മോളെ. അതെന്താണ് അപ്പൂപ്പ അങ്ങനെ? പറയാം. കുറച്ചു കാലം മുമ്പ് നിന്റെ പ്രഭച്ചിറ്റപ്പന് ഗൾഫിൽ പോകാൻ വേണ്ടി ഈ പറഞ്ഞ റോയി സെബാസ്റ്റ്യനോട് പുഷ്പമ്മ കുറച്ച് കാശ് കടം വാങ്ങിയിരുന്നു. പക്ഷേ അവരുടെ പ്രതീക്ഷകൾ അത്രയും തെറ്റിച്ചുകൊണ്ട് വിദേശത്തേക്ക് പോയ പ്രഭ വിസ ക്യാൻസലായി പോയി എന്നുള്ള കാര്യവും പറഞ്ഞ് 1 വർഷത്തിനകം തന്നെ തിരികെ എത്തുകയും ചെയ്തു. പ്രഭ ഗൾഫ് നാട്ടിലേക്ക് വിമാനം കയറിയ അന്നു മുതൽ റോയി സെബാസ്റ്റ്യനോടുള്ള കടം വാങ്ങിയിരുന്ന തുകയുടെ കടം വീടലിൻ്റെ ഭാഗമായി അയാളുടെ ഹൗസ് ബോട്ടിലെത്തുന്ന വിദേശ ടൂറിസ്റ്റുകൾക്ക് മുമ്പിൽ പുഷ്പമ്മയ്ക്ക് നൃത്ത പരിപാടികൾ അവതരിപ്പിക്കേണ്ടി വരികയും ചെയ്തില്ലേ? കൊച്ചുമോളോട് എന്നെപ്പറ്റി വിശദീകരിക്കുകയായിരിക്കും. പിന്നല്ലാതെ. എന്നിട്ടൊടുവിൽ ഈ നർത്തകിക്ക് റോയി സെബാസ്റ്റ്യനോടുള്ള സാമ്പത്തിക ബാധ്യത സെറ്റിൽ ചെയ്യാൻ എൻ്റെ മെറ്റിൽഡ തന്നെ വേണ്ടി വന്നില്ലേ ചിന്നുമോളെ? ജയൻ ചേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? എന്ന് വെച്ചാൽ 1 ലക്ഷത്തിൻ്റെ കടം
എൻ്റെ രണ്ടാം ഭാര്യയായ ജർമ്മൻകാരി മെറ്റിൽഡയാണ് വീട്ടിയതെന്ന്. അതേതായാലും നന്നായി. നല്ലവളായ മെറ്റിൽഡ അമ്മൂമ്മയെ നമിക്കണം. ഇതിനൊക്കെ ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് ജയൻ ചേട്ടാ? അതൊന്നും വേണ്ട, എല്ലാവരും നന്നായിട്ടിരുന്നാ മതി. ഉത്തമ കുടുംബം 4-ാം ഭാഗം സമാപിക്കുന്നു. രചന ഉണ്ണികൃഷ്ണൻ മാടപ്പള്ളി. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ജഗൻജി, ഡോക്ടർ തോമസ് മാത്യു, പ്രഭ മഹേന്ദ്രൻ, അമൽ രാജ് ദേവ്, സൗമ്യ, സെലിൻ KV, പ്രിയ, ജയപ്രിയ ചിറക്കടവ്, സുരേഷ് നായർ, ചിന്നു, പാർവതി S, ആരവ്, AK അതുൽ, പുഷ്പമ്മ, ഉഷ കരുനാഗപ്പള്ളി. സംവിധാന സഹായം VN ദീപ, ബിജു കല്ലുവാതിക്കൽ, N സുനിത. ഈ നാടകത്തിന്റെ 5-ാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.